ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നിങ്ങളെ അഭിപ്രായങ്ങളും നിങ്ങളെ വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കൊണ്ട് കേട്ടോ. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുകൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളെ താത്താരും കുട്ടികളൊക്കെ രാവിലെ തന്നെ പോയിട്ടോ. ഓല് രാവിലെ പോയി ഓൽക്ക് മദ്രസ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ പോലെ എന്താ പറയുക, ശനി ഞായറല്ല കേട്ടോ ഒഴിവ്. ഓൽക്ക് വെള്ളിയാഴ്ച ഒഴിവുണ്ട്, പിന്നെ ശനിയാഴ്ച സ്കൂളുണ്ട്, പിന്നെ ഞായറാഴ്ച ഇല്ല കേട്ടോ. അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ അടുപ്പിച്ച് ശനി ഞായറും ഒഴിവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ താത്താനോട്, നിൽക്കടി എന്താ പറയുക സ്കൂളിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം എന്താ പറയുക, വ്യാഴാഴ്ച വന്നത് തന്നെ എന്താ സ്കൂള് കളഞ്ഞിട്ടാണ് കേട്ടോ. മദ്രസ കളഞ്ഞിട്ടാണ് വന്നിക്കണത്. അപ്പോൾ വെള്ളിയാഴ്ച പിന്നെ സ്കൂളില്ലിന് ലീവല്ലായിരുന്നു. അപ്പം അങ്ങനെ ഓള് രാവിലെ എണീറ്റ് 2 ദിവസം നോമ്പ് കൂടിയിട്ട് പിന്നെ ഓള് അങ്ങനെ രാവിലെ എണീറ്റ് പോയിട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം നോമ്പ് നോറ്റിട്ട് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ക്ഷീണത്തിലേക്ക് രാവിലെ എന്താ പറയുക നീക്കാനേ വയ്ച്ചില്ല കേട്ടോ. കാരണം ഓള് പോകുന്ന അറിയാം, പക്ഷെ എനിക്ക് നീക്കാൻ വയ്ക്കണ്ടേ. പിന്നെ അളിയാക്ക ഇന്നലെ രാത്രി വന്നിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി വന്നപ്പോൾ തന്നെ ഉമ്മ എന്താ പറയുക രാവിലേക്ക് ചിക്കൻ കറിയൊക്കെ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടോ. തേങ്ങ വറുത്തിട്ട് ചിക്കൻ അരച്ച കറി രാത്രി ഉണ്ടാക്കി വെച്ചു. പിന്നെ ഉമ്മ പകൽ രാവിലെ പിന്നെ ഉമ്മ കുറച്ച് ദോശ ചുടാനും ഉണ്ടായിരുന്നു. അപ്പോൾ ദോശയും ചുട്ടും പിന്നെ കുറച്ച് പത്തിരി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതായിരുന്നു രാവിലെ ചായക്ക് കടി. അപ്പോൾ ഷേസു ബേബിക്ക് കൊടുത്തു, റയ്യു ബേബിക്ക് കൊടുത്തിട്ട് പിന്നെ ഞാനും കഴിച്ചു കേട്ടോ. ഓൾക്ക് ദോശയാട്ടോ കൊടുത്തത്, കാരണം ഓൾക്ക് ദോശയാണ് നല്ല ഇഷ്ടം. പിന്നെ നമ്മളങ്ങനെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ എന്നത്തെയും പോലെ എന്താ പറയുക നമ്മൾ ഡ്യൂട്ടി തുടങ്ങുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ താത്താരും കുട്ടികളും വന്നാൽ എന്താ പറയുക, ഒരു ആകെക്കൂടി എന്താ പറയുക ഒക്കെ വെതറി ഇട്ടിട്ട് ഇങ്ങോട്ട് എന്താ പറയുക, നമ്മളൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ താത്താടെ കുട്ടികളും എൻ്റെ കുട്ടികളും ഒക്കെ കൂടി ഡ്രസ്സ് ഇതൊക്കെ കൂടി അലമ്പാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഓല് പോവാതെ നേരാക്കിയാൽ എന്താ പറയുക ഒരിക്കലും പിന്നെ അത് നേരാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഓല് പോയിട്ട് പിന്നെ ഒക്കെ കൂടി ഒന്ന് നേരാക്കാൻ നിൽക്കൽ കേട്ടോ. പക്ഷെ ഇന്നാണെങ്കിൽ ഒന്ന് എന്താ പറയുക പെരിന്തൽമണ്ണ വരെ പോകണമെന്നും കരുതുന്നുണ്ട്. അപ്പോൾ അല്ലാതെ തന്നെ എന്താ പറയുക നീക്കാൻ തന്നെ നേരം വൈകി. പിന്നെ നമ്മൾ രാവിലെ ഉണ്ടായൊരു ഒരിതാണ് നമ്മൾ പോക്കുണ്ടായതാട്ടോ രാവിലെ. അപ്പോൾ പെരിന്തൽമണ്ണക്കും പോകണമെന്ന് കരുതി. അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് ജോലി ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മ പോയിട്ട് സിറ്റൗട്ടും കാര്യങ്ങളും അടിച്ച് തുടച്ചിട്ട് റെഡിയാക്കിക്കൊണ്ടു കേട്ടോ. പിന്നെ ഞാനങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ അടിച്ചോരാനും നിന്നു. താത്താരും കുട്ടികളും പോയാൽ എന്താ പറയുക ഒരുപാട് നേരാക്കാണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ അതിന് നിൽക്കാൻ വേണ്ട അതോ വേഗം അടിച്ച് തുടച്ച് പണികൾ കഴിക്കാൻ വേണ്ടെന്ന് അറിയില്ല കേട്ടോ. കാരണം ഒരുവിധം ഒക്കെ നേരാക്കി റെഡിയാക്കി വെക്കണം. പിന്നെ ഉമ്മാക്ക് ഒരാൾ എന്താണ് വരുമ്പോഴും ഒക്കെ തിരുമ്പി നേരാക്കണം, പോകുമ്പോഴും കുറേ തിരുമ്പി നേരാക്കും കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവമാണ് ഉമ്മാടെ കേട്ടോ. അങ്ങനെ എന്താ പറയുക നമ്മൾ പിന്നെ ഒന്ന് പെരിന്തൽമണ്ണക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ. പെരിന്തൽമണ്ണക്ക് പോകേണ്ട കാര്യം നമ്മൾ റയ്യു ബേബിക്ക് കാലിന് ചെറിയ ഒരു എന്താ പറയുക ഒരു ഒരു ചെറിയൊരു വളവില്ല പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉമ്മയും എന്താ പറയുക താത്താരെല്ലാവരും ഇങ്ങനെ പറയും പള്ളക്കാലാണെന്നൊക്കെ പറയും. പക്ഷേ എന്നാൽ ശരിക്കും ഇങ്ങനെ നല്ലോണമായിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ ചെറിയൊരു ഇങ്ങനെ വളവില്ല. എനിക്ക് സമാധാനം ഉണ്ട് കേട്ടോ. ഇമ്മ പറയും കുഴപ്പമില്ല ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ എനിക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട് താത്താടെ അയൽവക്കത്ത് എന്താ പറയുക ഒരു കുട്ടിക്കും ഇതേപോലെ ചെറിയ കാലിനിങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് അപ്പോൾ ഡോക്ടറെ കാട്ടിയിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നേരെ നല്ല റെഡി ആയിക്കണു, ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാനിങ്ങനെ രാവിലെ ഓൾക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഓളോട് ചോദിച്ചിട്ട് നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് പിന്നെയും ഓൾ നമ്പർ വിട്ട് തന്നു. അപ്പം ഞാൻ വിളിച്ചപ്പോൾ എന്താ പറയുക 1 മണി തൊട്ടിട്ട് 3 മണി വരെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളെന്താ പറയുക നീച്ചതും വൈകി, പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, ഒക്കെ ആകൂടി ഇടങ്ങേറായി നിൽക്കാം കേട്ടോ. അപ്പോൾ പിന്നെ 3 മണിക്ക് ശേഷം ഉണ്ട് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങൾ 3 മണിക്ക് ശേഷം ബുക്ക് ചെയ്തു. പിന്നെ അങ്ങനെ പോവാൻ തീരുമാനിച്ചു കേട്ടോ. എന്തായാലും നമുക്ക് എന്താ പറയുക കാട്ടിയാൽ സമാധാനത്തോടെ തന്നെ ഇരിക്കാമല്ലോ, ആ ഒരു പേടി ഉണ്ടാവുമല്ലോ. അതിനുമ്മ മീൻ കറി വെച്ചു. പിന്നെ ഇന്നലെ വെച്ച ബിരിയാണി കുറച്ച് ചൂടാക്കിയിട്ട് ഞാൻ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക നിസ്കാരവും കുളിയും എല്ലാതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാറ്റാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് സൺസ്ക്രീൻ ഇട്ട് പിന്നെ കുറച്ച് സൺസ്ക്രീനിൻ്റെ പുറത്ത് കുറച്ച് പൗഡർ ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തു കേട്ടോ.
മഴക്കാലമാണെങ്കിൽ പോലും എന്താ പറയുക ഇപ്പോൾ നല്ല വെയിലുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക കുറച്ച് സൺസ്ക്രീനും ഇട്ടു, പിന്നെ അങ്ങനെ ഫൗണ്ടേഷനും ഇട്ടു, പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് ലിപ് ബാമും നമ്മളെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ പോകുന്നു കേട്ടോ. പിന്നെ റെയ് ബേബി ഷേസ് ബേബിയൊക്കെ പിന്നെ പോവാന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മുന്നിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഷേസ് ബേബി ഇതാ മുറ്റത്ത് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഓന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പിന്നെ അങ്ങനെ എന്താ പറയുക, പിന്നെ ഉമ്മയുടെ വായിത്തെ ചീത്ത പിന്നെ എവിടേക്ക് പോകുമ്പോഴും എനിക്ക് പതിവാണ് കേട്ടോ. കാരണം ഉമ്മാക്ക് ഇങ്ങനെ പുട്ടി അടിച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടൊന്ന് പോണേ ഉമ്മാക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ് അതൊരു ശീലമായി ആയവർക്ക് പിന്നെ എന്താ പറയുക മാറ്റാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഇതാ നമ്മൾ പോണീൻ്റെ ഇടയിൽ കൂടെ എന്നോട് പറയാം മെസ്സിയുടെ പോസ്റ്റർ ഉണ്ട്, നെയ്മറിൻ്റെ പോസ്റ്റർ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെന്തായാലും മെസ്സിയുടെ ടീമാണ് കേട്ടോ. റയ്യാൻ എങ്ങനെ നെയ്മറായിന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഓൻ്റെ ഇപ്പച്ചിയും പിന്നെ ഓൻ്റെ കാക്കുമൊക്കെ നെയ്മറിൻ്റെ ടീമാണ്. അപ്പം അങ്ങനെ കാല് മാറിയതാണ് കേട്ടോ. ഞാൻ എങ്ങനെയും എൻ്റെ ടീമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കിട്ടോ. പക്ഷെ ഓനിക്കാണെങ്കിലോ നെയ്മർ നെയ്മർ എന്നുള്ളൊരു ഭ്രാന്താണ് കേട്ടോ. പിന്നെ ഞാനോട്ട് ടീം മാറൂല, ഞാനും മെസ്സിയാണ്. എൻ്റെ കാക്കുവാണെങ്കിൽ നെയ്മറുമാണ്, ഞാനും മെസ്സിയാണ്. അപ്പം ഞാനും ടീം മാറൂല, അങ്ങനെയാണ്. പിന്നെ ഓന് നെയ്മർ കപ്പെടുക്കും മെസ്സി കപ്പെടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തള്ളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തർക്കിച്ചിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ ബസ്സിൽ പോകുന്നത് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക പാട്ടൊക്കെ കേട്ടിട്ട് പുറത്തൊക്കെ നോക്കിയിട്ട് നല്ലൊരു വൈബാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് OP ടിക്കറ്റൊക്കെ വാങ്ങിട്ടോ. നമ്മൾ ടോക്കൺ നമ്പർ 30 പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നിൽക്കണം. പിന്നെ നമ്മൾ എന്താ പറയുക നേഴ്സിനോട് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കയറിയിട്ടോ. ഷേസ് ബേബി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഓൻ്റെ സ്വഭാവമൊക്കെ മാറുമല്ലോ. ഡോക്ടറെ കാട്ടി അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എന്താ പറയുക നമ്മൾ ആ ഒരു വിഷമം അങ്ങോട്ട് മാറിക്കിട്ടിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രശ്നം നമ്മൾ എക്സ്റേ എടുത്തു. അപ്പോൾ അതിലും യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ സമാധാനമായി. കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ അതിലും കുഴപ്പമില്ല കേട്ടോ. അത് കാണുമ്പോൾ ചെറിയൊരു ഇതുള്ളൂ, പക്ഷെ അത് വലുതായി ശരിയാവും എന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളിതാ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ട് ഷേസ് ബേബി കണ്ടില്ലേ നല്ല കസാലയിൽ ഇരുന്നിട്ട് നല്ലോണം നേരെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നല്ലൊരു SP അവിൽ മിൽക്ക് വാങ്ങി, ഉമ്മയും കുട്ടിക്കും ചായയും വാങ്ങിട്ടോ. അങ്ങനെ അവിൽ മിൽക്ക് കുടിച്ചു കേട്ടോ. ഇങ്ങനെ എവിടേക്കെങ്കിലും പോരുമ്പോൾ ഇമ്മാൻ്റെ ഒപ്പം എന്താ പറയുക ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഇതൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല കേട്ടോ. ഇനി ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഉമ്മ വാങ്ങിത്തരും കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി. പിന്നെ കുറച്ച് ചെരുപ്പ് ഉമ്മക്ക് കുടിയിലിടാനും പുറത്തേക്ക് പോകാനൊക്കെ ചെരുപ്പ് വേണ്ട. അപ്പോൾ ചെരുപ്പ് സെലക്ട് ചെയ്തു. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് പച്ചക്കറിയും പിന്നെ നമ്മൾ സോപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ പെരിന്തൽമണ്ണ അവിടെ നിന്ന് വാങ്ങിട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക റിട്ടേൺ തിരിച്ചു പോരുന്നതും നമ്മൾ ബസ്സിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ അവിൽ മിൽക്ക് കുടിച്ചതൊന്നും എന്താ പറയുക വയറിൻ്റെ ഒരു ഭാഗത്തേക്ക് ആയിട്ടില്ല കേട്ടോ. സംഭവം നല്ല വിശപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഷേസു ബേബി എന്താണ് എൻ്റെ മേത്തുനിന്ന് തൊട്ട് ഇറങ്ങില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഓൻ്റെ മൂഡ് മാറും. പിന്നെ ഓന് കരച്ചിലും പിരിച്ചിലൊക്കെ കേട്ടോ. അങ്ങനെ നമ്മളിതാ മുതിർശ്ശിയിൽ എത്തിയിട്ട് പിന്നെ നമ്മൾ നല്ലോണം വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂട് പൊറാട്ടയും കറിയൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.